നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തവ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ സാഖ്യയോഗത്തിൻ്റെ കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത് സാഖ്യയോഗത്തിൻ്റെ 41-ാം ശ്ലോകം വരെയാണ്. അവിടെ ക്ഷത്രിയധർമ്മം പാലിക്കലാണ് നിൻ്റെ കർത്തവ്യം, യുദ്ധം ചെയ്യലാണ്, അല്ലാതെ ഭിക്ഷയെടുത്ത് ജീവിക്കലല്ല അർജുന എന്ന് പറഞ്ഞു നിർത്തുന്ന ഭഗവാനെയും അത് ശ്രദ്ധിക്കുന്ന അർജുനനെയുമാണ് നാം കണ്ടത്. തുടർന്ന് വരുന്ന ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിപശ്ചിതഃ വേദവാദരതാ പാർത്ഥ നാന്യദസ്തീതിവാദിനഃ. 43. കാമാത്മാനഃ സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗേശ്വരഗതിം പ്രതി. 43. ഭോഗേശ്വരപ്രസക്താനാം തയാപഹൃതചേതസാം വ്യാവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയതേ. ഈ 2 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഈ 3 ശ്ലോകവും അർത്ഥവും ആശയവും കൊണ്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ടാണ് 3 ശ്ലോകവും നാം ഒരുമിച്ച് കേട്ടത്. ഇതിന് അർത്ഥം വരുന്നത്, അല്ലയോ പാർത്ഥ, ഇപ്രകാരം ക്രിയകൾ ചെയ്താൽ മാത്രം മതി, എല്ലാം ശരിയായിക്കൊള്ളുമെന്നും ഇത് മാത്രമാണ് ശരി, മറ്റു മാർഗങ്ങളൊന്നും ശരിയല്ലെന്നും മറ്റും പുഷ്പസമാനമായ വാക്കുകൾ പറഞ്ഞ് വേദവിഷയത്തിൽ വിവാദം നടത്തുന്നതിൽ രുചിയുള്ളവരുടെ വാക്ക് കേട്ട് നടക്കുന്നവർക്ക് ഏകാഗ്രത ഉണ്ടാവുകയില്ല. ഇത് പറയാൻ കാരണം, സഞ്ജയൻ കുറച്ച് വാക്കുകൾ അർജുനനോട് പറഞ്ഞിരുന്നു. സഞ്ജയൻ പറഞ്ഞ വാക്ക് കേട്ടിട്ടും കൂടിയാണ് അർജുനൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാര്യം. അതിനാലാണ് ഭഗവാൻ അർജുനനോട് ഇങ്ങനെ പറയുന്നത്. പുഷ്പസമാന വാക്കുകൾ പറയാൻ പലരും കാണും. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള, നിനക്കിപ്പോൾ യുദ്ധം ചെയ്യേണ്ട സമയമാണെന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അർജുനനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭാഗമാണ്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും ഈ ഭാഗം വളരെ പ്രസക്തമാണ്. ഗീതയിലെ നമുക്ക് അത് ചെയ്താൽ ഇന്നത് സാധിക്കാം, ഇത് ചെയ്താൽ അത് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ കമ്പ്യൂട്ടർ യുഗം കഴിഞ്ഞ് AI യുഗത്തിലും നരബലി വരെ നടത്തുന്ന നാം അടുത്ത സമയങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്. ഈ പ്രത്യേക പൂജ കൊണ്ട് രാജാവായി തീരും. അന്ന് ആ കാലഘട്ടത്തിൽ അർജുനോട് പറഞ്ഞ രാജാവായി തീരും, വലിയ സുഖഭോഗങ്ങളുണ്ടാകും തുടങ്ങിയ വാക്കുകളുടെ വിചിത്രങ്ങളായ അനുഷ്ഠാനങ്ങളുടെ മാഹാത്മ്യത്തെ വർണ്ണിച്ച് ആളുകളെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്നവരുണ്ട്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്നു. ഇത്തരം പുഷ്പസമാനമായ വാക്കുകളിൽ ശ്രദ്ധിച്ച് വീഴുന്നവരോട് ഭോഗൈശ്വര്യങ്ങൾ ആസക്തരായ മാലോകർ സ്വകർത്തവ്യങ്ങൾ പാലിക്കാതെയാണ് ചതിക്കുഴിയിൽ വീഴുന്നത്. അവരുടെ ബുദ്ധി ദൃഢനിശ്ചയം ഇല്ലാത്തതാണ്. അതിനാൽ ഏകാഗ്രവും അല്ല. ഇതേ കാര്യമാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്. അങ്ങനെ മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരുടെ ബുദ്ധി ഏകാഗ്രമല്ല, അവർക്ക് ദൃഢചിത്തത ഉണ്ടാവുകയില്ല. ഇന്ന കാര്യങ്ങൾ നടക്കാൻ കുട്ടിയെ നരബലി കൊടുക്കണമെന്നും നിധി കിട്ടാൻ ഈ പൂജ ചെയ്യണമെന്നും മറ്റുമുള്ള നിരവധി കുൽസിത മാർഗങ്ങളെക്കുറിച്ച് കൂടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ പറയുന്നത്. എന്നും നാഗമാണിക്യം, നോട്ടിരട്ടിപ്പ്, നരബലി തുടങ്ങിയവയൊക്കെ തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും അതിൽ പോയി തലവെച്ച് കൊടുക്കുന്നവരെ കുറച്ചുകൂടിയാണ് ഭഗവാൻ പറയുന്നത്. ഇതിൽ നിന്നും നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഭഗവത്ഗീത ഇപ്പോഴും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ആനുകാലിക പ്രസക്തിയോടെ നിലനിൽക്കുന്നു എന്ന സത്യം മനസ്സിലാക്കി പഠിക്കാനും ശ്രമിക്കുക, വായിക്കാൻ ശ്രമിക്കുക, അർത്ഥം മനസ്സിലാക്കി ജീവിക്കാൻ പരിശ്രമിക്കുക. ഇതൊക്കെയാണ് നാം ചെയ്യേണ്ടത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമഃശിവായ. നമസ്കാരം. ശുഭസുദിനം.